ആ നല്ല അടിപൊളി പച്ച മാങ്ങ കേട്ടോ. എന്താ മണം. അതന്നെ, ഇന്ന് നമുക്ക് അച്ചാറുണ്ടാക്കി നോക്കാം. നമുക്ക് ആദ്യം ഈ പച്ചമാങ്ങ നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഓക്കെ, നമ്മുടെ മാങ്ങ കഴുകി കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് നല്ല ചെറുതായി കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അച്ചാറിടാം. കഴിച്ചോ. ഇനി നമുക്ക് മാങ്ങ നന്നായി നൈസാക്കി കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഞാനിതുവരെ അടുക്കളയിൽ കയറി വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഇത്തവണ ഒരു കുക്കിംഗ് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ച്. നല്ല അടിപൊളി പച്ചമാങ്ങ തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. പകുതിയോളം മാങ്ങ ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ബാക്കി മാങ്ങ കൂടി നമുക്കിതുപോലെ അടിപൊളിയാക്കി കട്ട് ചെയ്യാം. നമ്മുടെ മാങ്ങ കട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ ഏകദേശം. ഇനി 1-2 കഷ്ണമൊക്കെ ബാക്കിയുള്ളൂ. അതും കൂടെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് കഴുകിയെടുക്കാം. മാങ്ങയിലുള്ള ചെനയൊക്കെ പോവാൻ നല്ലതാണ്. ഒന്നുകൂടി കഴുകിയെടുക്കാം. ഇനി നമുക്ക് ഇത് മുളക് പൊടിയും അച്ചാറ് പൊടിയും ഉപ്പൊക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. നല്ല കളറ് കിട്ടാനൊക്കെ നല്ലതാണ്. സ്പെഷ്യലായിട്ട് വേറെ കളറൊന്നും ചേർക്കണില്ല. ഞാൻ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യാമെന്ന് വെച്ച്. സ്പൂണ് കൊണ്ടും കയ്യിൽ കൊണ്ടൊന്നും ചെയ്താൽ അത്ര ശരിയാവില്ല. കൈ കൊണ്ട് നന്നായി അച്ചാറ് പൊടിയും കാശ്മീരി മുളക് പൊടിയും ഉപ്പുമൊക്കെ മിക്സ് ചെയ്ത് നമുക്കിത് കുറച്ച് നേരം അവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതിൽ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ. ഉപ്പൊക്കെ ഉരുകി അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ടാവും നമ്മൾ എടുക്കുന്ന സമയത്ത്. വെള്ളം ചേർക്കാതെ തന്നെ നമുക്ക് മുളക് പൊടി ഉപ്പും അച്ചാറ് പൊടിയൊക്കെ മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകൊക്കെ വേണം. നമുക്കിത് വാഷ് ചെയ്തിട്ട് വരാം. നന്നായി വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ. ഇനി നൈസായിട്ടിത് കട്ട് ചെയ്തെടുക്കുക. നല്ല നൈസാക്കി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അച്ചാറിൽ ഇത് സെപ്പറേറ്റ് എടുത്ത് കാണുന്നില്ല. അച്ചാർ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ചെറുതായിട്ട് ഇഞ്ചിയൊക്കെ കടിക്കാൻ നല്ല രസമായിരിക്കും കേട്ടോ. നന്ന ചെറുതാക്കണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്താൽ മതി. അങ്ങനെ നമ്മളെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അച്ചാറിട്ട് തുടങ്ങാം. ഓക്കെ, നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ഒഴിക്കാം. നല്ലെണ്ണയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യണത്. ഒരു 50 മില്ലി നല്ലെണ്ണയോളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വന്നിട്ട് നമുക്ക് കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. സാധാരണ കടുക് പരിപ്പും ഉലുവ പൊടിയും ഒക്കെയാണ് അച്ചാറിന് ഉപയോഗിക്കാറ്. കടുകും ഉലുവയും ഉപയോഗിക്കുന്നവരുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ഉലുവയും കടുകുമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ പോകുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അധിക സമയമൊന്നും വേണ്ട, കുറച്ച് നേരം തന്നെ ഇളക്കി കൊടുക്കുമ്പോഴത്തേന് അത് റെഡിയാവും. ഓക്കെ, ഇനി നമുക്കതിലേക്ക് കുറച്ച് അച്ചാറ് പൊടിയും കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് നന്നായി ഇളക്കിയെടുക്കാം. അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ
അച്ചാർ പൊടിയും ഉപ്പും മുളക് പൊടിയൊക്കെ മിക്സ് ചെയ്ത് വെച്ച മാങ്ങ ഉണ്ടല്ലോ, അതിനെ നമുക്കിതിലേക്ക് ഇങ്ങനെ അല്പാൽപമായി തട്ടി കൊടുക്കാം. ഉപ്പ് ഇനി പ്രത്യേകിച്ച് ഇടേണ്ട കാര്യം ഉണ്ടാവില്ല, നമ്മൾ നേരത്തെ ഇട്ട ഉപ്പ് തന്നെ മതിയാവും. ഇനി നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ നന്നായി മിക്സ് ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം ഇതുപോലെ നന്നായി ഒന്ന് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് ആവശ്യത്തിന് വിനാഗിരി ഒഴിക്കുക. ഞാൻ അല്പം കൂടുതൽ വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്, അത് അവരവരുടെ ഇഷ്ടത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഉപ്പും മുളകൊക്കെ ടെസ്റ്റ് ചെയ്യാനുള്ളൊരു സമയമാണ്. കുറവുള്ളതൊക്കെ ഇട്ട് കൊടുക്കുക. ഉപ്പ് മുളക് പൊടിയൊക്കെ വേണമെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം. ഒന്നുകൂടെ തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. നമ്മുടെ അച്ചാർ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നല്ലൊരു ലൈക്കൊക്കെ കൊടുക്കുക.